മാഫിയക്കെതിരെ പോരാടിയതിന് ജയിലിൽ അടയ്ക്കപ്പെട്ട ഷെരീഫ് പുല്ലാട്ടിന് ജാമ്യം അനുവദിച്ചു. ജാമ്യത്തിലിറങ്ങിയ ഷെരീഫിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. പെരുമ്പാവൂരിലെ മയക്കുമരുന്ന് പെൺവാണിഭ സംഘത്തെ തുരത്തി ഓടിക്കുവാൻ മുന്നിട്ടിറങ്ങി അറസ്റ്റിലായി റിമാൻഡിൽ പോയ ഷെരീഫ് പുല്ലാട്ടിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. നാട്ടുകാർക്ക് ഭീഷണിയായി മാറിയ മയക്കുമരുന്ന് പെൺവാണിഭ റാക്കറ്റിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോയതിനാണ് ഷെരീഫിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പെരുമ്പാവൂരിലെ ജനത ഒരുമിച്ചു നിന്നതോടെ നിയമപാലകരും ഉണർന്നു. ജാമ്യത്തിലിറങ്ങിയ ഷെരീഫിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. മയക്കുമരുന്ന് മാഫിയയെ തുടച്ചു നീക്കുവാൻ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമെന്ന് വെങ്ങോല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VH മുഹമ്മദ് പറഞ്ഞു. ഈ പോരാട്ടത്തിന് തുടക്കം കുറിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ റഫീഖ് ആ യോഗത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം നിരപരാധിയായ അദ്ദേഹം 14 ദിവസം ജയിലിൽ കിടന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ട്. ഇവിടെ ഷെരീഫ് ഇപ്പോൾ 7 ദിവസം ജയിലിൽ കിടന്നു. നമ്മുടെ പോരാട്ടം ആരംഭിച്ചിട്ടേയുള്ളൂ. അതിന്റെ ആദ്യത്തെ ഇരയാണ് ഷെരീഫ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഷെരീഫിനെ എങ്ങനെ സംരക്ഷിച്ചു നമ്മൾ പുറത്തിറക്കിയോ അതുപോലെ തന്നെ തുടർന്നുള്ള 19 പേരെയും നമ്മൾ സംരക്ഷിക്കപ്പെടും. ഈ മഹല്ല് സംരക്ഷിക്കപ്പെടും. ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സംരക്ഷിക്കപ്പെടും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ എതിരാളികൾ, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരാണോ അവർ ചെറുതല്ല. സാമ്പത്തികമായി, ബുദ്ധിപരമായി എല്ലാ തരത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് ആരായിരുന്നാലും അവരെ നേരിടാൻ ഈ മഹല്ല്, ഈ നാട് ഒറ്റക്കെട്ടായി നിന്ന് ഈ മാഫിയെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ നമ്മളോടൊപ്പം, ജമാഅത്തിനോടൊപ്പം, ഈ നാട്ടുകാരോടൊപ്പം നിൽക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് നാട്ടുകാരും കണ്ടന്തറ ജുമാ മസ്ജിദ് അംഗങ്ങളും ജനപ്രതിനിധികളും ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്നും ഷെരീഫ് അറിയിച്ചു. എന്റെ നാട് ഇങ്ങനൊരു മയക്കുമരുന്ന് മാഫിയ സംഘത്തിനെതിരെയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ പല കാര്യങ്ങൾക്കും ഇതുപോലെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയം പറഞ്ഞ് സ്ഥാനങ്ങളെ പറഞ്ഞ് ഒരുമിച്ച് നിന്ന് കണ്ടത് ആദ്യമായിട്ടാണ്. അതിന് ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ പരിപാടി തുടങ്ങി വെച്ച അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തും അത്യാവശ്യം ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അടുത്തും പറഞ്ഞ് നമ്മളൊരു 10 പേര് ഒരു 15 ദിവസം ആവശ്യമാൻ തയ്യാറായിട്ടാണെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നായിരുന്നു. ഏകദേശം അത് കറക്റ്റായിട്ട് പോലീസുകാർ എന്നെ ടാർഗറ്റ് ചെയ്ത് അകത്ത് ഇട്ടത് കൊണ്ട് ഞാനല്ല വേറൊരാളാണ് അകത്ത് പോയാണെങ്കിൽ കെട്ടെടുപ്പ് കൂടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 7 അല്ല 14 ദിവസം തീർത്ത് കിടക്കാനും തയ്യാറാണെന്നാണ് ഞാൻ ഇന്നലെയും വിളിച്ചാണ് എന്നെ സന്ദർശിക്കാൻ ജയിലിൽ വന്നാൽ എൻ്റെ മകനോടും എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞത്. ഇതൊരു വിഷയമല്ല, കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടതൊക്കെ എടുക്കും. എന്നാലും നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയൊക്കെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകും. അത് അനധികൃതമായിട്ട് അവിടെ കെട്ടിപ്പടുത്തുയ എല്ലാ ബിൽഡിങ്ങുകളും തച്ചുകൊടുത്തുകൊണ്ട് ഈ മാഫിയയെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യും. മാത്രവുമല്ല ചില കെട്ടിട ഉടമകളെ നമ്മുടെ കൂടെയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കൂടെ നിൽക്കുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരെയും നമ്മൾ തിരിച്ചറിയണം. അത് ആരും മറന്നുപോകരുത്. ഈ നാട് ഈ കാര്യത്തിൽ ഒരുമിച്ച് നിന്നേനെ പള്ളിക്കും പള്ളിയിലെ സെക്രട്ടറി പ്രസിഡന്റ് ബാക്കി എന്റെ കൂട്ടുകാര് നാട്ടുകാർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജമാഅത്ത് പ്രസിഡന്റ് KM അബ്ദുൽ ജലാൽ, കണ്ടന്തറ മുസ്ലിം ജമാഅത്ത് സമരസമിതി ചെയർമാൻ CY മീരാൻ, SDPI നേതാവ് KM ഷമീർ, KM മാഹിൻകുട്ടി, നൌഷാദ് മാസ്റ്റർ, MI അബ്ബാസ്, KA റഷീദ് തുടങ്ങിയവരും സംസാരിച്ചു. 7 ദിവസം പ്രിയപ്പെട്ട ഷെരീഫ് ജയിലിൽ കിടന്നത്, ഈ നാട്ടിലെ മറ്റു കുറച്ച് പേർ കൂടി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ നമ്മൾ സംരക്ഷിക്കും. നമ്മുടെ പോലീസ് SP സുദർശൻ സാർ വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് ഈ ഒരു പ്രകടനം നടക്കുമ്പോൾ ഒരു പോലീസ് പോലും ഇവിടെ വരാത്തത് നമ്മൾ വിശ്വാസമുള്ളത് കൊണ്ടാണ്. നാളെ രാവിലെ 10:30 കെട്ടിട ഉടമകളുടെ മീറ്റിംഗ് SP ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾ ഏകദേശം 30ഓളം വരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പോലീസ് എഴുതിയെടുക്കുകയും അത് മിൻസാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കണ്ണന്തറ മഹലിന്റെ പരിധിയിൽ വരുന്ന ഈ ഒരു പ്രശ്നം നമ്മുടെ നാടിന്റെ പൊതുവായ പ്രശ്നമാണ്. അതിൽ ഷെരീഫ് ഒരു നിമിത്തമായി നമ്മൾ ഷെരീഫിനോടൊപ്പമുണ്ട്. ഏതായാലും ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.